ഇരിക്കുന്നു. 2 തീമോഥെയോസ് 2:19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളെ അധികരിച്ച് ഒരു ചെറിയ സന്ദേശം നൽകുവാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്ന് കൊള്ളട്ടെ എന്നുമാകുന്നു അതിൻ്റെ മുദ്ര. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യങ്ങൾക്കും ചിലത് ഹീനകാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ഇവിടെ പൗലോസ് സഭയെ ഒരു വലിയ വീടായി ചിത്രീകരിക്കുന്നു. ദൈവത്തിൻ്റെ മുദ്ര അതിന്മേൽ ഉള്ളതിനാൽ വീടിൻ്റെ അടിസ്ഥാനം സുരക്ഷിതമാണ്. ദൈവവചനത്തിൽ മുദ്ര എന്നത് ഉടമസ്ഥതയുടെയും ഭദ്രതയുടെയും അടയാളമാണ്. ഒരു റോമൻ മുദ്ര പൊട്ടിക്കാൻ ഒരുവനും ധൈര്യപ്പെടില്ല. മോശയെ ഉദ്ധരിച്ച് പൗലോസ് പറയുന്നു, തനിക്കുള്ളവൻ ആരെന്ന് യഹോവ അറിയുന്നു. സംഖ്യ 16:5. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവാഭിമുഖ്യമുള്ള വർഷത്തെ ഇത് സൂചിപ്പിക്കുന്നു. തന്നിൽ വിശ്വസിച്ച നമ്മെ കർത്താവ് തൻ്റെ ബ്രദന്മാരായി തിരഞ്ഞെടുത്തു. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിന് മാനുഷ്യാഭിമുഖ്യമുള്ള ഒരു വശവും കൂടെ ഉണ്ട്. കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവരെല്ലാം അനീതി വിട്ടകന്നു കൊള്ളട്ടെ. 2:19. സംഖ്യാപുസ്തകം 16:26 പറഞ്ഞിരിക്കുന്ന വാക്യം പൗലോസ് തൻ്റേതായ രീതിയിൽ ഇവിടെ ഉദ്ധരിക്കുന്നു. കോരഹിൻ്റെയും മറ്റ് മത്സരികളുടെയും കൂടാരത്തിൽ നിന്ന് അകന്നിരിപ്പാൻ യഹോവ ജനത്തിന് മുന്നറിയിപ്പ് നൽകി. ദൈവത്തിൻ്റെ ബ്രദന്മാർ ദൈവിക ജീവിതത്തിലൂടെ അത് തെളിയിക്കുന്നു. നാം വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എഫേസ്യർ 1:4. ഈ വലിയ വീട്ടിൽ ഉറച്ച ഒരടിസ്ഥാനം മാത്രമല്ല, പലവിധ ഗൃഹധർമ്മം നിർവഹിക്കേണ്ടതിന് പലവിധ പാത്രങ്ങളുമുണ്ട്. ആ പാത്രങ്ങളെ ഹീനപാത്രങ്ങളെന്നും മാനപാത്രങ്ങളെന്നും രണ്ടായി വിഭജിക്കുന്നു. വിവിധതരം ദൈവമക്കളെ വിവേചിക്കുകയല്ല പൗലോസ് ഇവിടെ ചെയ്യുന്നത്. യഥാർത്ഥ ആത്മീകരെയും അനാത്മികരെയും താരതമ്യപ്പെടുത്തുകയാണ്. വിശ്വസ്തനായ ഒരു ദൈവപൈതൽ സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള പാത്രങ്ങൾ പോലെ യേശുവിന് മാനം കൊടുക്കും. ഹീനപാത്രങ്ങൾ വിലയുള്ളവരല്ല, അവർ മരവും കളിമണ്ണും പോലെയാണ്. ഇന്നവർ എന്തുമാത്രം ജനപ്രീതിയുള്ളവരായിരുന്നാലും അവർ അപമാന പാത്രങ്ങളാണ്. കാരണം മരവും കളിമണ്ണും അഗ്നിശോധനയെ അതിജീവിക്കുകയില്ല. ദൈവത്തെ ആദരിക്കുന്നവൻ എന്നാണ് തീമോഥെയോസ് എന്ന പേരിൻ്റെ അർത്ഥം. ആ പേരിനെ അനർത്ഥമാക്കത്തക്കവണ്ണം ജീവിക്കുന്നതിന് പൗലോസ് തീമോഥെയോസിനെ പ്രോത്സാഹിപ്പിക്കുന്നു. മാനപാത്രങ്ങൾ ഹീനമായവയാൽ മലിനപ്പെടരുത്. 2:20-21 വാക്യങ്ങളിൽ സൂചിപ്പിച്ചുള്ള പാത്രങ്ങൾ ഹീനപാത്രങ്ങളാണ്. വ്യാജോപദേഷ്ടാക്കളിൽ നിന്ന് വേർപെട്ടിരിക്കണമെന്ന് പൗലോസ് തീമോഥെയോസിനെ പ്രബോധിപ്പിക്കുന്നു. ഉടമസ്ഥന് ഉപയോഗമായി 2:21 എന്ന പദം എന്തു വലിയ ബഹുമതിയാണ്! ഉപകാരപ്രദവും മാന്യവുമായ ഒരു മാനുഷിക പാത്രം. ഭക്തിയുടെ പരിവേഷം കളഞ്ഞ് യഥാർത്ഥ വിശുദ്ധനാകണം. അർത്ഥം, മലിനമാക്കുന്ന എല്ലാറ്റിൽ നിന്നും അയാൾ വേർപെട്ടിരിക്കണമെന്നാണ്. ജഡത്തിൻ്റെ പാവങ്ങളും ഇതിൽപ്പെടും. 1 തീമോഥെയോസ് 6:11-12 വാക്യങ്ങളിൽ പൗലോസ് വിട്ടോടി, പിന്തുടർന്ന്, പൊരുതുക എന്നിങ്ങനെ ഗൗരവമായി ചില വിലക്കുകൾ നൽകിയിരിക്കുന്നു. വേദാനുസൃതമായ യഥാർത്ഥ വേർപാട് സമീകൃതമാണ്. പാപത്തിൽ നിന്ന് നാം ഓടിയകലുന്നു, നീതിമാർഗം നാം പിന്തുടരുന്നു. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കാനാണ് പൗലോസ് ഉപദേശിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 2 കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞിന് ലഭ്യതക്കുറവ് വന്നപ്പോൾ പുറത്തുനിന്ന് വരുന്നവരുടെ കാലുകൾ കഴുകാൻ ഉപയോഗിച്ചിരുന്ന 6 കൽപ്പാത്രങ്ങളെ വീഞ്ഞു പകരാൻ ഉപയോഗിക്കുന്നു. നല്ല വീഞ്ഞാകാൻ വെള്ളം കോരി നിറയ്ക്കുന്നതിന് മുമ്പ് അകവും പുറവും നല്ലവണ്ണം കഴുകി ശുദ്ധീകരിച്ചിരിക്കണം. നമ്മെ സൽപാത്രങ്ങളായി ദൈവം ഉപയോഗിക്കണമെങ്കിൽ നാം ഒഴിഞ്ഞവരും ശുദ്ധരും സംലഭ്യരും ആയിരിക്കണം. കർത്താവ് നമ്മെ എടുത്ത് നിറയ്ക്കുകയും
തൻ്റെ നാമമഹത്വത്തിനായി ഉപയോഗിക്കുകയും ചെയ്യും. എന്നാൽ നാം പാപം നിറഞ്ഞവരോ അനുസരണക്കേടിനാൽ പങ്കിലപ്പെട്ടവരോ ആണെങ്കിൽ അവിടുന്ന് ആദ്യം നമ്മെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അത് സുഖകരമല്ല. എന്നാൽ പിന്നീട് നാം യജമാനന് ഉപയോഗപ്രദമായ മാനപാത്രങ്ങളായി തീരും തീർച്ച. അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്താം. ഈ ലോക്ക്ഡൗണിൻ്റെ കാലം പുതുക്കലിൻ്റെ കാലമായി തീരട്ടെ. ഡൂലോസ് എന്ന യവനായ പദമാണ് പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ ദാസൻ എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ അർത്ഥം അടിമയെന്നാണ്. ബോൺ സ്ലേവ്, വ്യവസ്ഥ പ്രകാരം അടിമയാക്കപ്പെട്ടവൻ എന്നർത്ഥം. തന്മൂലം യേശുക്രിസ്തുവിൻ്റെ അടിമ എന്ന് പൗലോസ് സ്വയം വിശേഷിപ്പിക്കുന്നു. അടിമയ്ക്ക് തൻ്റെതായ ഇച്ഛാശക്തിയില്ല. അയാൾ സമ്പൂർണ്ണമായി യജമാനൻ്റെ ചൊൽപ്പടിയിലാണ്. ദൈവമക്കളായി നാം ഒരിക്കൽ പാപത്തിൻ്റെ അടിമകളായിരുന്നു. ഇപ്പോൾ നാം ദൈവത്തിൻ്റെ അടിമകളാണ്. പഴയ നിയമകാലത്തെ ദാസനെ പോലെ നാം പറയണം, ഞാൻ എൻ്റെ യജമാനനെ സ്നേഹിക്കുന്നു. യജമാനിൽ നിന്ന് ലഭിക്കേണ്ട നന്മകൾ പ്രാപിച്ച് യജമാൻ്റെ കൈത്താങ്ങലുകളാൽ അനുഗ്രഹിക്കപ്പെടേണ്ടവനാണ് ഞാൻ. ഈ ലോകത്തും മാത്രമല്ല, നിത്യതയിലും യജമാനോട് കൂടെ ജീവിപ്പാൻ എന്നെ ഒരിക്കലൂടെ സമർപ്പിക്കുന്നു. പുതിയ നിയമസഭയുടെ കാതലായ ലക്ഷ്യം യജമാനായ നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കുകയാണല്ലോ. ഈ കാലഘട്ടം കുറേ നാളുകളായി കൂട്ടായ്മകൾക്ക് എല്ലാവർക്കും കൂടുവാൻ കഴിയുന്നില്ലെങ്കിലും അവരവർ തന്നെ ആയിരിക്കുന്നിടങ്ങളിൽ പുതുക്കപ്പെടുന്നതും യജമാനന് കൊള്ളാവുന്ന പാത്രങ്ങളായി മിനുസപ്പെടുന്നതുമായ കാലഘട്ടങ്ങളായി ദൈവം തമ്പുരാൻ മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നമ്മെ സമർപ്പിക്കാം. ദൈവവാദവിടങ്ങൾ നമ്മെ ഒരിക്കലൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ